മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ മലയാളത്തിലുള്ള ഒരു ട്യൂട്ടോറിയൽ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 11ാമത്തെ സെഷനാണ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റോറേജ് സർവീസസിനെ കുറിച്ചാണ്. മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ സ്റ്റോറേജ് സർവീസസിനെ കുറിച്ചാണ് നമ്മൾ ഈ സെഷൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ബേസിക്കായിട്ട് അഷ്യൂറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത് അഷ്യൂറിലൊരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഫ്രീ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും അതുപോലെ അഷ്യൂറിൻ്റെ ബാക്കി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ 10ാമത്തെ വരെയുള്ള സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് അത്രയും കണ്ട ശേഷം ഈ 11ാമത്തെ സ്റ്റോറേജ് സർവീസസ് സെഷൻസ് കണ്ടു തുടങ്ങുക. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ബേസിക്കലി ഇന്നത്തെ ഈ ഒരു സെഷൻ ഒരു തിയററ്റിക്കൽ സെഷൻ ആയിരിക്കും. കാരണം നമുക്ക് അത്യാവശ്യം കുറച്ച് സ്റ്റോറേജ് സർവീസസിനെ കുറിച്ചുള്ള തിയറീസ് അറിഞ്ഞാൽ മാത്രമേ നമുക്കിനി നെക്സ്റ്റ് സെഷൻ മുതൽ പ്രാക്ടിക്കൽ ചെയ്ത് തുടങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഓവർവ്യൂ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ആക്ച്വലി എന്തിനാണ് നമുക്ക് സ്റ്റോറേജ് നമുക്കിവിടെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യുക, നിങ്ങളുടെ ഒരു വിർച്വൽ മെഷീനാണ്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വിൻഡോസോ ലിനക്സോ ഏതെങ്കിലും ഒരു വിർച്വൽ മെഷീൻ നമ്മുടെ അഷ്യൂറിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഒരു വിർച്വൽ മെഷീനാണ്. അപ്പം നമ്മൾ അതിലൊരു ക്ലൗഡ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് ഒന്നുകിൽ നമ്മുടെ നമ്മുടെ വിർച്വൽ മെഷീൻ നമ്മുടെ ക്ലൗഡിൽ തന്നെയുള്ള അഷ്യൂറിൻ്റെ ക്ലൗഡിൽ തന്നെയുള്ള വിർച്വൽ മെഷീനിലായിരിക്കും റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കിത് നമ്മുടെ ഓൺ പ്രമിസസ് സെർവറിലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തായിരുന്നാലും എങ്ങനെ വേണമെങ്കിലും റൺ ചെയ്യാം. അപ്പോൾ എന്തായിരുന്നാലും ബേസിക്കലി ഈ ആപ്ലിക്കേഷൻ ഫോർ എക്സാമ്പിൾ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ എൻഡ് യൂസേഴ്സാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യാനാണെന്നുള്ളത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫയൽ അപ്ലോഡ് ചെയ്യുന്നത്, ഫയൽ മീൻസ് നമുക്ക് ഇമേജ് ഫയൽസ് ആവാം, അല്ലെങ്കിൽ മ്യൂസിക് ഫയൽസ് ആവാം, MP3 ഫയൽസ് ആവാം, അതുപോലെ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഫയൽസ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള ഫയൽസ് നമ്മൾ ഒബ്ജക്ട്സ് എന്നാണ് നമ്മൾ പൊതുവേ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫയൽ ടൈപ്സിനെ. അപ്പോൾ പൊതുവേ നമുക്ക് ഇങ്ങനെയുള്ള ഒബ്ജക്ട്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് അത് എവിടെയാണ് നമ്മളത് സ്റ്റോർ ചെയ്യേണ്ടത്? ഈ ഒരു ഫയൽസ് അപ്ലോഡ് ആവുന്ന ഫയൽസ്, അതായത് നമ്മളിങ്ങനെ ഫയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫയൽസ് അപ്ലോഡ് ചെയ്തിട്ട് എവിടെയാണ് ആക്ച്വലി നമ്മൾ സ്റ്റോർ ചെയ്യിക്കേണ്ടത്? വിർച്വൽ മെഷീനിൽ ഒരിക്കലും നമുക്കത് സ്റ്റോർ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് വിർച്വൽ മെഷീനിൽ സ്റ്റോറേജ് ലിമിറ്റുണ്ട്. സ്റ്റോറേജ് ലിമിറ്റുണ്ട് മീൻസ് അതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് നമുക്കിപ്പോൾ വീഡിയോ ഫയൽസൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി മാസീവ് സ്റ്റോറേജ് ഏരിയ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അത്രയും സ്റ്റോറേജ് നമുക്ക് നമ്മുടെ വിർച്വൽ മെഷീനിലെ ഡാറ്റ ഡിസ്കിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കേസല്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ നമ്മുടെ വിർച്വൽ മെഷീൻ ഫെയിലായി, വിർച്വൽ മെഷീനോ അല്ലെങ്കിൽ നമ്മുടെ വിർച്വൽ നെറ്റ്വർക്കോ സബ്നെറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് കണക്ടിവിറ്റി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ ഫയൽസ് ആയിരുന്നാലും മറ്റു ഫോട്ടോസ് ആയിരുന്നാലും എന്തായിരുന്നാലും എൻഡ് യൂസേഴ്സിന് പിന്നീട് അത് ആക്സസ് ചെയ്യാൻ പറ്റാതായി പോകും. അപ്പോൾ അങ്ങനെയാണ് 1-2 കേസുകൾ നമ്മൾ വിർച്വൽ മെഷീനിൽ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലോട്ട് വന്നത്. അതായത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന ഫയൽസ് നമുക്ക് ആക്ച്വലി സ്റ്റോർ ആവുന്നത് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സ്റ്റോറേജിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്താലുള്ളൊരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ആർക്കിടെക്ചർ, അതായത് നമ്മുടെ വിർച്വൽ മെഷീനും നമ്മുടെ ഈ ഒരു വിർച്വൽ മെഷീനും നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ടുള്ള ഈ ഒരു ആർക്കിടെക്ചറിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും, ഇപ്പോൾ ഇൻ കേസ് ഞാൻ പറഞ്ഞ പോലെ വിർച്വൽ നെറ്റ്വർക്ക്, നമ്മുടെ ഇടയ്ക്കുള്ള വിർച്വൽ നെറ്റ്വർക്ക് ഡൗൺ ആയി പോവുകയോ, അല്ലെങ്കിൽ സബ്നെറ്റിന് ഇടയ്ക്കുള്ള കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ നമ്മുടെ വിർച്വൽ മെഷീൻ തന്നെ ഡൗൺ ആവുകയോ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്ത ഫയൽസ് നമ്മുടെ സ്റ്റോറേജിൽ അവൈലബിൾ ആയിരിക്കും എപ്പോഴും. നമുക്ക് എൻഡ് യൂസേഴ്സിന് ഡയറക്റ്റ്ലി നമ്മുടെ സ്റ്റോറേജിൽ നിന്നുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ അപ്ലോഡ് ചെയ്ത ഒബ്ജക്ട്സ്, അതായത് നമ്മുടെ ഈ MP3 ഫയൽസ് ആവാം, അല്ലെങ്കിൽ വീഡിയോ ഫയൽസ് ആവാം, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ഫയൽസ് ആയിരുന്നാലും നമുക്ക് ആ ഒരു മാസീവ് സ്റ്റോറേജ്, നമ്മൾ ഒത്തിരി വീഡിയോ ഫയൽസ് അല്ല ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രം ദ വേൾഡ് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് URL ഉപയോഗിച്ച് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പിന്നീട് നമ്മുടെ വിർച്വൽ മെഷീനിൻ്റെ ഒരു യൂസ് വേണമെന്ന് ഇല്ല. അപ്പോൾ ഇതാണ് എപ്പോഴും സേഫും എക്കണോമിക്കും ആയിട്ടുള്ളൊരു മെത്തേഡ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് സൊല്യൂഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹെവി മാസീവ് ആയിട്ടുള്ള ഫയൽസ് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ മാസീവായിട്ടുള്ള ഫയൽ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ബ്ലോബ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറേജ് നമുക്ക്
ബ്ലോബ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറേജ് നമുക്ക് ഈ ഒരു അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓൺലി ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിൽ പറഞ്ഞതാണ് ബ്ലോബ് സ്റ്റോറേജ് എന്നൊരു പേര്. നമുക്ക് ഇനി അങ്ങോട്ട് സ്റ്റോറേജ് ടൈപ്സ് ഒക്കെ നോക്കി മനസ്സിലാക്കാം. അപ്പം ആക്ച്വലി ഇതാണ് എൻ്റെ ഒരു ഓവർവ്യൂ, ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റോറേജ് ആവശ്യമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോൾ അഷ്യൂറിൻ്റെ സ്റ്റോറേജ് നമുക്ക് നോക്കാം. അപ്പോൾ അഷ്യൂറിൻ്റെ സ്റ്റോറേജ് ആക്ച്വലി മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത് ഇപ്പോഴത്തെ മോഡേൺ ഡേയിലുള്ള സ്റ്റോറേജ് പ്രോബ്ലംസ് എല്ലാം തന്നെ നമുക്ക് ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം തന്നെ അഷ്യൂറിൻ്റെ സ്റ്റോറേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ടൈപ്സ് ഓഫ് സ്റ്റോറേജ് വെച്ചിട്ട് അതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അഷ്യൂറിൻ്റെ സ്റ്റോറേജ് നമുക്ക് മാസീവ്ലി സ്കെയിലബിളും സെക്യൂറും ഡ്യൂറബിളും എല്ലാം തന്നെയാണ്. അപ്പം അത് നാച്ചുറലി ക്ലൗഡിലുള്ള ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ബ്ലോബ് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മളിപ്പോൾ കണ്ടു ഫസ്റ്റ് കഴിഞ്ഞ സ്ലൈഡിൽ. അപ്പോൾ ഈ ബ്ലോബ് സ്റ്റോറേജിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര മാസീവായിട്ടുള്ള ഫയൽസ് നമ്മൾ അതിൽ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പേസ് മാനേജ് ചെയ്തോളും. അപ്പോൾ നമുക്ക് ആ ഒരു ഹെഡേക്ക് ഒന്നും നമുക്ക് എടുക്കേണ്ടി വരില്ല. പിന്നീട് നമുക്കൊരു ഇതിൽ കാര്യം ഒരു ശ്രദ്ധിക്കേണ്ടത്, നമുക്കിതിൽ ഏത് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ആയിരുന്നാലും നമുക്ക് ആക്സസ് ചെയ്യുന്നതിന് നമുക്കൊരു സ്റ്റോറേജ് അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് നോക്കി മനസ്സിലാക്കാം. അങ്ങനെ ഒരു സ്റ്റോറേജ് അക്കൗണ്ട് ഒരു ടൈപ്പ് ഉണ്ട്, അതിൽ 2-3 ടൈപ്സ് ഉണ്ട് സ്റ്റോറേജ് അക്കൗണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോറേജ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റോറേജ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ അഷ്യൂറിൽ നിന്നുകൊണ്ട്. പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ആണ് നമുക്കുള്ളതെന്ന് നോക്കാം. ബേസിക്കലി 4 ടൈപ്പാണുള്ളത്. അതിൽ ആദ്യത്തെ വന്നിട്ടാണ് ഞാനിപ്പം ഫസ്റ്റ് നമ്മളൊന്ന് മെൻഷൻ ചെയ്ത ബ്ലോബ് സ്റ്റോറേജ് എന്ന് പറഞ്ഞത്. അപ്പം ബ്ലോബ് സ്റ്റോറേജ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് മാസീവ്ലി സ്കെയിലബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. അപ്പോൾ അത് കാരണം എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ ആവാം, ഇപ്പം ഹെവി വീഡിയോ ഫയൽസ് ആവാം, അല്ലെങ്കിൽ ചെറിയ ടെക്സ്റ്റ് ഫയൽസ് ആവാം, അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നമുക്ക് വേവ് ഫയൽസ് ആവാം, മ്യൂസിക്കിൻ്റെ വേവ് ഫയൽസ് ആവാം, M3 ആവാം. അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ട്രക്ചേർഡ് അല്ലാത്ത എന്ത് ടൈപ്പ് ഓഫ് സ്ട്രക്ചേർഡ് അല്ലാത്ത മാസീവ്ലി ഉള്ള ഫയൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ പറഞ്ഞ ബ്ലോബ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൽ സ്റ്റോർ ആവുന്നത് ബൈനറി ഫോർമാറ്റിൽ ലാർജ് ഒബ്ജക്ട്സ് ആയിട്ടാണ് സ്റ്റോർ ആവുന്നത് ബ്ലോബ് സ്റ്റോറേജിൽ. പിന്നീട് വരുന്നതാണ് അഷ്യൂറിൻ്റെ ടേബിൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു NoSQL മോഡലാണ്. NoSQL മോഡലിലുള്ള നോൺ റിലേഷണലി ഉള്ള സ്ട്രക്ചേർഡ് ഡേറ്റ സ്റ്റോർ ചെയ്യാനാണ്. ഇപ്പോൾ ടേബിൾ വൈസ് ഫോർമാറ്റിലുള്ള എന്തെങ്കിലുമൊക്കെ ഡേറ്റ നമുക്കിപ്പോൾ ഒരു സബ്മിഷൻ ഫോം ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഒരു ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറേജാണ് ടേബിൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ. പിന്നീടുള്ള ഫയൽ സ്റ്റോറേജ്. ഫയൽ സ്റ്റോറേജ് ആക്ച്വലി നമുക്കൊരു ഫയൽ ഷെയറിംഗ് സർവീസായിട്ടാണ് നമുക്കിത് യൂസ് ആവുന്നത്. ഇപ്പോൾ നമുക്ക് NFS എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പോൾ നമ്മുടെ ലിനക്സിൽ NFSും എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പം അല്ലെങ്കിൽ സാമ്പ എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ഫയൽ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഈ ഒരു അഷ്യൂറിൻ്റെ ഫയൽ സ്റ്റോറേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഷെയർഡ് സർവീസിലുള്ള നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയൽസ് നമുക്ക് പിന്നീട് വേറൊരു നെറ്റ്വർക്കിലുള്ള വിൻഡോസിൽ നിന്നോ അല്ലെങ്കിൽ ലിനക്സ് മെഷീനിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഫയൽ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത് നമുക്ക് SMB അല്ലെങ്കിൽ NFS പ്രോട്ടോക്കോളിൽ തന്നെയാണ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഈ 2 പ്രോട്ടോക്കോളിൽ തന്നെയാണ് അഷ്യൂറിൻ്റെ ഫയൽ സ്റ്റോറേജും വർക്ക് ചെയ്യുന്നത്. പിന്നീടുള്ളത് ക്യൂ സ്റ്റോറേജ് എന്ന് പറഞ്ഞതാണ്. അതായത് നമ്മുടെ ഈ ക്ലൗഡ് പ്ലാറ്റ്ഫോമിലുള്ള ആപ്ലിക്കേഷൻസ്, അതായത് നമുക്ക് റിസോഴ്സസ് എന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ ലാബ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും കൂടുതലായിട്ട്. നമുക്ക് ഇങ്ങനെയുള്ള റിസോഴ്സസിൻ്റെ അങ്ങനെയുള്ള പല കമ്പോണൻസ് ഉണ്ടാകും. അപ്പോൾ ആ കമ്പോണൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ക്യൂ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരു മെസ്സേജിങ് വെച്ച് ഒരു മോഡലിലാണ് അത് വർക്ക് ചെയ്യുന്നത്. 2 സ്ഥലത്ത് നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്യാം, പിന്നെ അത് ക്യൂ ആയിട്ട് സ്റ്റോർ ആയിരിക്കും, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു മോഡലിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഓരോന്നും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ലാബ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നീട് ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന ഒരെണ്ണം അഡീഷണലി വരുന്നത് ഡിസ്ക് സ്റ്റോറേജ് ആണ്. അപ്പോൾ ഡിസ്ക് സ്റ്റോറേജ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമ്മുടെ വിർച്വൽ മെഷീൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് വന്നിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അല്ലാതെ അറ്റാച്ച് ചെയ്യുന്ന ഡേറ്റ ഡിസ്കും എല്ലാം ഇതിലാണ് വരുന്നത്. അഷ്യൂറിൻ്റെ ഡിസ്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ബേസിക്കലി 4-5 ടൈപ്പ് ഓഫ് സ്റ്റോറേജാണ് അങ്ങനെ ഉള്ളത്. പിന്നെ നമുക്ക് സ്റ്റോറേജ് അക്കൗണ്ട്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്റ്റോറേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്ക് സ്റ്റോറേജ് സർവീസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ സ്റ്റോറേജ് അക്കൗണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ബ്ലോബ് ടൈപ്പും പിന്നെ ഫയലും ക്യൂവും ടേബിൾസും ഡിസ്കും ഈ പറഞ്ഞ ടൈപ്സ് എല്ലാ ഡേറ്റയും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു യൂണിക് ആയിട്ടുള്ള നെയിം സ്പേസ് നമുക്ക് നമ്മുടെ സ്റ്റോറേജ് ഡേറ്റയ്ക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫ്രം ദ വേൾഡ് എനിവേർ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അടുത്ത പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏതൊരു ഡേറ്റയും നമുക്ക് ഫ്രം ദ വേൾഡ്, അതിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്ലോബ് സ്റ്റോറേജിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഫയൽ നമുക്കൊരു URL ഉപയോഗിച്ച് ഒരു ബ്രൗസറിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഓവർ HTTPയോ അല്ലെങ്കിൽ HTTPS കണക്ഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു സ്റ്റോറേജ് അക്കൗണ്ട് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു നെയിം സ്പേസ് യൂണിക്കായിട്ട് നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് പിന്നീട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നീട് നമുക്കിത് പറയേണ്ടത് നാച്ചുറലി ഇതൊരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ ഇത് ഹൈലി അവൈലബിളും സെക്യൂറും മാസീവ്ലി സ്കെയിലബിളും ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്റ്റോറേജ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ടൈപ്സ് നോക്കാം. 4-5 ടൈപ്സാണ് മെയിനായിട്ടുള്ളത്. അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ടൈപ്പാണ്. ഇപ്പോൾ എല്ലായിടത്തും മിക്കവാറും യൂസ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ഫസ്റ്റ് ടൈപ്പാണ്. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് വന്നിട്ട് ജനറൽ പർപ്പസ് വെർഷൻ 2 അക്കൗണ്ട്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഈ ടൈപ്സ് എല്ലാം അതിൽ തന്നെ അവൈലബിൾ ആണ്. അതായത് ബേസിക് സ്റ്റോറേജ് അക്കൗണ്ട് ടൈപ്സ്, ഇപ്പോൾ ബ്ലോബ്സ് ആയിരുന്നാലും ഫയൽ ടൈപ്പ് ആയിരുന്നാലും ക്യൂവും ടേബിൾസും എല്ലാം നമ്മുടെ ഈ ഫസ്റ്റ് വെർഷൻ 2, അതായത് ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നത് വെർഷൻ 2 ആണ്. വെർഷൻ 2 ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് റെക്കമെൻഡഡ് ഫോർ മോസ്റ്റ് സിനാരിയോസ് യൂസിങ് അഷ്യൂർ സ്റ്റോറേജ്. പിന്നീടുള്ളത് വെർഷൻ 1 ആണ്. അത് ലെഗസി ടൈപ്പാണ്, ഇപ്പോൾ കൂടുതലും അത് യൂസ് ചെയ്യുന്നില്ല. പിന്നീട് വരുന്നത് ബ്ലോബ് സ്റ്റോറേജ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ്. അത് ബ്ലോബ് സ്റ്റോറേജിൻ്റെ തന്നെ ഒരു പ്രീമിയം പെർഫോമൻസ് കിട്ടുന്ന ഒരു ടൈപ്പാണ് ഈ ബ്ലോബ് സ്റ്റോറേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഫയൽ സ്റ്റോറേജ് അക്കൗണ്ട്. അപ്പോൾ ഫയൽ ടൈപ്പിൽ പ്രീമിയം പെർഫോമൻസ് കിട്ടുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്ട്രാ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻ്റർപ്രൈസ് ലെവലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഫയൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ. ഇത് ഓരോ മോഡൽ ഏത് ടൈപ്പാണോ നമ്മൾ നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ചൂസ് ചെയ്യുന്ന അനുസരിച്ച് പിന്നീട് അതിൻ്റെ പ്രൈസിങ്ങിനും ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നീട് ബ്ലോബ് സ്റ്റോറേജ് അക്കൗണ്ട്സ്. അപ്പം ഇത് ലെഗസി ബ്ലോബ് ഉള്ളി സ്റ്റോറേജ് അക്കൗണ്ട്സ് ആണ്. ഇത് മെയിനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടി വരുന്ന കേസസ് എല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് വെർഷൻ 2 അക്കൗണ്ട്സ് ഫസ്റ്റ് ടൈപ്പ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ഈ ജനറൽ പർപ്പസ് വെർഷൻ 2 അക്കൗണ്ട്സ് ആയിരിക്കും. ഈ സ്റ്റോറേജ് അക്കൗണ്ട്സും ഈ സ്റ്റോറേജ് സർവീസിനെയും കുറിച്ചുള്ള ഡേറ്റ, അതായത് ഒരുപാട് പല ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റോറേജ് അക്കൗണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് അതിൻ്റെ ടയറിങ് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ അതിൻ്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് ഡേറ്റ ഡോക്യുമെൻറ്റേഷൻ ഒരുപാട് നിങ്ങൾക്ക് റീഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു 10-20 മിനിറ്റുള്ള സെഷനിൽ അത് കംപ്ലീറ്റ് പറഞ്ഞു തരാൻ പറ്റില്ല ഈ ഒരു ക്ലാസ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റേഷൻ ലിങ്ക് ഓരോ ടൈപ്പിൻ്റെ ഓരോന്ന് വായിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റോറേജ് റിഡൻഡൻസിയാണ്. റിഡൻഡൻസി മീൻസ് നമ്മുടെ ഡേറ്റ നമ്മളിതിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ഈ ഒരു സ്റ്റോറേജ് സർവീസ് ഉപയോഗിച്ച് നമ്മുടെ ഈ അഷ്യൂറിൻ്റെ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന റിഡൻഡൻസി അനുസരിച്ചായിരിക്കും എത്രത്തോളം അത് റിഡൻഡൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഡിസൈഡ് ആവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 3-4 ടൈപ്പ് ഓഫ് സ്റ്റോറേജ് റിഡൻഡൻസിയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് LRS എന്ന് പറയും, അതായത് ലോക്കലി റിഡൻഡൻറ്റ് സ്റ്റോറേജ്. അത് ആക്ച്വലി ലോക്കലി റിഡൻഡൻറ്റ് സ്റ്റോറേജ് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് നമ്മുടെ ഒരു ഡേറ്റാ സെൻറ്ററിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മൾട്ടിപ്പിൾ കോപ്പീസ്, അത് ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കും. 3 കോപ്പീസാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 കോപ്പീസ് ആക്ച്വലി ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ 1 ഡേറ്റാ സെൻറ്ററിൽ തന്നെ അത് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിന് ഡ്യൂറബിലിറ്റി വന്നിട്ട് 11 nines ആണ് അതിന് ഡ്യൂറബിലിറ്റി വരുന്നത് ഒരു ഇയർ എടുക്കുകയാണെങ്കിൽ. പിന്നീട് വന്നിട്ട് ZRS എന്ന് പറയും, അതായത് സോൺ റിഡൻഡൻറ്റ് സ്റ്റോറേജ്. അതായത് കീപ്പ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് യുവർ ഡേറ്റ തന്നെയാണ്. പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡേറ്റാ സെൻറ്റേഴ്സിൽ ഡിഫറെൻറ്റ് റീജിയൻസിലാണ് അത് സ്റ്റോർ ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ LRSനെക്കാട്ടി നമുക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും ZRS. അതായത് റിഡൻഡൻസി വീണ്ടും കൂടെയാണ്. അപ്പോൾ ഇത്രയും കാലം ഈ മൾട്ടിപ്പിൾ ഡേറ്റാ സെൻറ്റേഴ്സിൽ മൾട്ടിപ്പിൾ റീജിയൻസിൽ സ്റ്റോർ ആകുമ്പോൾ ഡ്യൂറബിലിറ്റിയും സ്വാഭാവികമായിട്ട് കൂടും. അപ്പം അതിന് റിഡൻഡൻസി വന്നിട്ട് 12 nines കിട്ടുന്നുണ്ട് ഡ്യൂറബിലിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് കോസ്റ്റും കൂടും ഈ മോഡൽ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നീട് വന്നിട്ട് ജിയോ റിഡൻഡൻറ്റ് സ്റ്റോറേജ് എന്ന് പറയും, GRS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ജിയോ എന്ന് പറയുമ്പോൾ റീജിയൻസ് കൂടുതൽ കിട്ടുമെന്നുള്ളത്. അതായത് ഹോൾസ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് യുവർ ഡേറ്റ ഇൻ വൺ റീജിയനിൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ഡേറ്റയും കിട്ടും. അതേസമയം അതേ ഡേറ്റ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് റീജിയനിലും അസിൻക്രണസി റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഡ്യൂറബിലിറ്റി നമുക്ക് കിട്ടും. ഡ്യൂറബിലിറ്റി 16 nines ആണ് ഇവിടെ വരുന്നത്. 16 nines ആണ് ഡ്യൂറബിലിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഡ്യൂറബിലിറ്റി റിഡൻഡൻസി എത്രത്തോളം കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതാണ് ജിയോ റിഡൻഡൻറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ GRS ZRSനെയും LRSനെയും കാട്ടിലും കൂടുതൽ കോസ്റ്റാണ് GRSന് വരുന്നത്. പിന്നീടുള്ളത് നമുക്ക് RAGRS എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതും GRSമായിട്ട് സെയിം തന്നെയാണ്. പക്ഷേ ഒരു ഡിഫറൻസ് വരുന്നത് നമ്മൾ സെക്കൻഡ് റീജിയനിൽ നമുക്ക് റീഡ് ഒൺലി മാത്രമായിട്ടായിരിക്കും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. റീഡ് ആക്സസ് ജിയോ റിഡൻഡൻറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അലോ റീഡ് ആക്സസ് ഫ്രം ദ സെക്കൻഡ് റീജിയനിൽ നിന്ന് നമുക്ക് സെക്കൻഡ് റീജിയനിലെ റെപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് റീഡ് ഒൺലി ആക്സസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് സാധാരണ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ GRS ആൻഡ് റീഡ് അവൈലബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഡ്യൂറബിലിറ്റി അതിനും 16 nines തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് സ്റ്റോറേജ് റിഡൻഡൻസിയിലെ ടൈപ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഞാൻ ഇതിനും ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. എല്ലാ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസിനും ഉള്ള ലിങ്ക്സ് കുറേ വായിക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ വളരെ ബ്രീഫായിട്ടുള്ള ഐഡിയ ആണ് ഈ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അത് കുറച്ചുകൂടെ ഒന്ന് ബ്രീഫായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് വായിക്കാൻ പറ്റും ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട്.
അപ്പോൾ നെക്സ്റ്റ് നമ്മളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് സ്റ്റോറേജ് അക്കൗണ്ട്സിൻ്റെ ഒരു കമ്പാരിസൺ ടേബിളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് സ്റ്റോറേജ് അക്കൗണ്ട് ടൈപ്പ് ഉണ്ട്, സപ്പോർട്ട് സർവീസസ് ഉണ്ട്, ഓരോന്നും ഏതൊക്കെ സർവീസസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത്, പിന്നെ അതുപോലെ റിഡൻഡൻസി ഓപ്ഷൻസ് ഏതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ ജനറൽ പർപ്പസ് വെർഷൻ 2 ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ അത് നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു, ടൈപ്സ് നോക്കി പറഞ്ഞായിരുന്നു നമ്മൾ ഇതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ജനറൽ പർപ്പസ് വെർഷൻ 2 സപ്പോർട്ട് ചെയ്യുന്ന സർവീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അതിൽ ബ്ലോബ് കിട്ടും, പിന്നെ ഫയൽ ടൈപ്പ് സ്റ്റോറേജ് കിട്ടും, പിന്നെ ക്യൂ ഉണ്ട്, ടേബിൾ ഉണ്ട്, ഡിസ്ക് ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്യാത്ത ഒരു ടൈപ്പ് ഉണ്ട്, ഡേറ്റ ലേക്ക് ജനറേഷൻ 2 എന്ന് പറഞ്ഞിട്ട്. പിന്നെയുള്ള റിഡൻഡൻസി ഓപ്ഷൻസ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് LRS, GRS, പിന്നെ ഈ പറഞ്ഞ എല്ലാ റിഡൻഡൻസി ഓപ്ഷൻസും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് വെർഷൻ 1 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പറഞ്ഞ ഏകദേശം എല്ലാം തന്നെ ഉണ്ട്, പക്ഷേ റിഡൻഡൻസി ഓപ്ഷൻസ് അത്രയും ഇല്ല. പിന്നെ അതുപോലെ ബ്ലോക്ക് ലെവൽ ബ്ലോബ് സ്റ്റോറേജ് വന്നിട്ട് അതിൽ ബ്ലോബ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ സപ്പോർട്ട് സർവീസസ് ആയിട്ട്. പിന്നീട് റിഡൻഡൻസി ഓപ്ഷൻസ് LRSും ZRSും മാത്രമാണ് അതിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. അതുപോലെ ഫയൽ സ്റ്റോറേജിൽ ഫയൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്, റിഡൻഡൻസി വന്നിട്ട് LRSും ZRSും. പിന്നെ ബ്ലോബ് സ്റ്റോറേജിൻ്റെ പ്രീമിയം മോഡൽ വന്നിട്ട് അതിൽ ബ്ലോബും പിന്നീട് വന്നിട്ട് റിഡൻഡൻസി വന്നിട്ട് LRS, GRS, RA, GRS ഇതും വരുന്നുണ്ട്. അപ്പം നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് മിക്കവാറും എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ജനറൽ പർപ്പസ് വെർഷൻ 2 ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ നമ്മൾ മിക്കവാറും ഉള്ള എക്സ്പെരിമെൻസിനും ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി ഓപ്ഷൻസിന് ആണെങ്കിൽ പോലും എല്ലാ സമയത്തും നമ്മൾ മിക്കവാറും എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് സ്റ്റോറേജ് അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പർപ്പസ് വെർഷൻ 2 ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്കൊരു തിയറി എന്ന രീതിയിൽ നമുക്ക് സ്റ്റോറേജ് സർവീസസ് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വളരെ ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും പല ക്ലാസിഫിക്കേഷനും ഒരുപാട് വായിക്കാനുള്ള ഡേറ്റ ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും കുറച്ച് യൂസ്ഫുള്ളായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയിട്ട് തോന്നുകയാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുന്നവർ ദയവേതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അതിനൊരു മടി വിചാരിക്കരുത്. അതുപോലെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാ സെഷൻസിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് വിളിച്ച് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പം ബൈ ഫ്രണ്ട്സ്, നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓരോ സ്റ്റോറേജ് ടൈപ്പും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കി മനസ്സിലാക്കി തുടങ്ങാൻ പറ്റും. നമുക്ക് ആദ്യം ഒരു സ്റ്റോറേജ് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലോബ് സ്റ്റോറേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി വരുന്ന സെഷനിൽ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം.